ഹലോ ഗൈസ്, കനേഡിയൻ കവലയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് സാർണിയ ലാംപ്ടണിൽ ആസ് എ സ്റ്റുഡൻറ് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് കിട്ടാനുള്ള ചാൻസസ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ സാർണിയ വരുവാണെങ്കിൽ ജോബ് ഇവിടെ കിട്ടാൻ കുറച്ച് ടഫാണ്. ബിക്കോസ് സാർണിയ ഒരു ചെറിയൊരു ടൗൺ ആണ്. അപ്പം അതിനുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉള്ളൂ. ബട്ട് ജോബ് കിട്ടത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, ജോബ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും പ്രയത്നിക്കാതെ കിട്ടത്തില്ല. ഞാനിവിടെ ആസ് എ സ്റ്റുഡൻറ് വന്നപ്പം എനിക്ക് ഒരു 4 months എടുത്തു എൻ്റെ ഫസ്റ്റ് ജോബ് കിട്ടാനായിട്ട്. അതും ഫസ്റ്റ് ജോബ് കിട്ടാൻ നല്ല പാടായിരിക്കും. ബട്ട് ഫസ്റ്റ് ജോബ് വൺസ് കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ജോബ്സ് ഒക്കെ വരും ആസ് ആൻ ഓഫർ. അപ്പോൾ ഇവിടെ നിങ്ങൾ വരുമ്പം ഫസ്റ്റ്ലി ചെയ്യേണ്ടത്, ഞാൻ വന്നപ്പം ഞാൻ ഒരു റെസ്യൂം ക്രിയേറ്റ് ചെയ്തു, ഒരു 1 page റെസ്യൂമേ. എന്നിട്ട് ആ റെസ്യൂമേ നമ്മുടെ കോളേജിൽ നമുക്ക് ഫ്രീ ആയിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ മോസ്റ്റ്ലി ഒരു 50+ റെസ്യൂം പ്രിന്റ് എടുത്തിട്ട് അത് സാർണിയയിലുള്ള 80% ഷോപ്സിൽ കയറി ഇറങ്ങി എല്ലായിടത്തും റെസ്യൂം കൊടുത്ത് അവിടെ ഹയറിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മോസ്റ്റ് ഓഫ് ദം പറയുക ഇവിടെ ഹയറിംഗ് ഇല്ല തൽക്കാലം, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം എന്നായിരിക്കും എല്ലാവരും പറയുക. അപ്പം നിങ്ങൾ വരുമ്പോൾ തന്നെ റെസ്യൂം പ്രിപ്പയർ ചെയ്തിട്ട് എല്ലായിടത്തും കൊടുത്തു തുടങ്ങുക. പിന്നെ സെക്കൻഡ് മീനാണ് നമ്മുടെ ഇൻഡീഡും വേറെ കുറേ കനേഡിയൻ വെബ്സൈറ്റ്സ് ഉണ്ട്, ജോബ് ബോർഡ് വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറി ജോബ്സ് അപ്ലൈ ചെയ്യുക എല്ലായിടത്തും. ഞാൻ ഇൻഡീഡിൽ ഒരു ജോബ് പോലും വിടാതെ ഇരുന്ന് അപ്ലൈ ചെയ്തു. എന്നിട്ട് വേറെ ഒരു ഇതാണ് ആപ്ലിക്കേഷനാണ് നമ്മുടെ കോളേജ് ത്രൂ നമുക്ക് എന്തെങ്കിലും ജോബ് കിട്ടാൻ പറ്റുമോയെന്ന്. കോളേജസിൽ കുറച്ച് ഷോപ്സ് ഉണ്ട് കോളേജിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ തന്നെ അവിടെയൊക്കെ ഒന്ന് പോയി റെസ്യൂം കൊണ്ട് അന്വേഷിച്ച് നോക്കുക ഇവിടെ ജോബ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അവിടെയും ത്രൂ സ്കോപ്പ് ഉണ്ടാവും ജോബ് കിട്ടാനായിട്ട്. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ നിങ്ങൾക്ക് കാനഡയിൽ ആരെങ്കിലും പരിചയക്കാർ ഉണ്ടെങ്കിൽ അവരുടെ പേരും ഫോൺ നമ്പറും നിങ്ങളുടെ റെസ്യൂമിൽ ആസ് എ റെഫറൻസ് വെക്കുക. അപ്പോൾ റെഫറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം യൂഷ്വലി എംപ്ലോയർ തുടക്കം തൊട്ട് നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ നോക്കും. അറ്റ് ദ എൻഡ് നോക്കുന്നത് നമ്മുടെ റെഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ്. റെഫറൻസ് ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷന് കുറച്ചുകൂടെ മോർ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. പിന്നെ ആസ് എൻ എംപ്ലോയർ ഇവിടുത്തെ എംപ്ലോയേഴ്സ് നമ്മുടെ ആസ് എൻ എക്സ്പീരിയൻസ് നോക്കുന്നത് നമുക്ക് ക്യാഷ് ഹാൻഡ്ലിങ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. അതുകൊണ്ട് എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് നാട്ടിൽ വെച്ച് അവർക്ക് KFC എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്ന്, ആസ് എ കാഷ്യർ, സൂപ്പർ മാർക്കറ്റിൽ ആസ് എ കാഷ്യർ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കുറച്ച് ഫേക്ക് എക്സ്പീരിയൻസ് ഒക്കെ അവരുടെ റെസ്യൂമിൽ ആഡ് ചെയ്ത് അങ്ങനെ ജോലി കിട്ടിയവരും ഉണ്ട് ഇവിടെ. അപ്പം മോസ്റ്റ്ലി ഇവിടുത്തെ ജോബ്സ് വാട്ട് കാറ്റഗറി ബേസ്ഡ് ആണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് മോസ്റ്റ്ലി ഇവിടെ സൂപ്പർ മാർക്കറ്റ്സും റെസ്റ്റോറൻറ്റ്സും ആണ് ഉള്ളത്. അതും മെക്ഡോണൾഡ്സ്, ടിം ഹോട്ടൻസ് ഇവരെയാണ് ഏറ്റവും കൂടുതൽ ഹയർ ചെയ്യുന്ന സ്റ്റുഡൻസിന്. അപ്പം എവറി മന്ത് ഇങ്ങനെ ഇവരുടെ സ്ഥാപനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഹയറിംഗ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് കൂടുതൽ ചാൻസസ് ഇവിടെയാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ സൂപ്പർ സ്റ്റോർ, വാൾമാർട്ട്, ഫുഡ് ബേസിക്സ് അങ്ങനെ കുറേ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. അവരുടെ ഹയറിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാക്ക് ഇൻ റെസ്യൂംസ് എടുക്കാറുണ്ട്. അതുകൂടാതെ തന്നെ അവർ ഇൻഡീഡ് ത്രൂ അപ്ലൈ ചെയ്തും കിട്ടാറുണ്ട്. എനിക്ക് എൻ്റെ ഫസ്റ്റ് ജോബ് ലഭിച്ചത് ഇൻഡീഡ് ത്രൂ അപ്ലൈ ചെയ്തിട്ടാണ്. ഞാൻ ഇൻഡീഡ് ത്രൂ ജോബ് അപ്ലൈ ചെയ്തു. ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് അവർ എന്നെ കോൺടാക്ട് ചെയ്തു, സ്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണോ എന്ന്. ഞാൻ അതേന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് എൻ്റെ ഫസ്റ്റ് ജോബ് കിട്ടി. ഫസ്റ്റ് ജോബ് കിട്ടിയതിന് ശേഷം ആ എക്സ്പീരിയൻസ് ബേസിൽ എനിക്ക് എൻ്റെ വേറൊരു സെക്കൻഡ് ജോബും കിട്ടി. ആസ് എ സ്റ്റുഡൻറ്റ് ഞാൻ 2 ജോബ് ജോലി ചെയ്താൽ സർവൈവ് ചെയ്തേ. അപ്പം സ്റ്റുഡൻറ്റ് ലൈഫ് ഭയങ്കര ഹാർഷായിരിക്കും. ബിക്കോസ് നമുക്ക് ജോലിക്ക് പോകണം, അതിൻ്റെ കൂടെ പഠിക്കണം, അതിൻ്റെ കൂടെ നാട്ടിൽ നമ്മുടെ ലോൺ അടച്ചു തീർക്കണം, അങ്ങനെ പല റെസ്പോൺസിബിലിറ്റീസും ഉണ്ടാവും. അപ്പം മാനേജ് ചെയ്യാൻ കുറച്ച് ടഫാണ്, ബട്ട് മാനേജബിൾ ആണ്. ബിക്കോസ് നിങ്ങൾ സാറിനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എക്സ്പെൻസസ് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ജോലി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ നിൽക്കും. അപ്പം എൻ്റെ കസിനും ഞാനും ഒക്കെ ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ പഠിത്തം തീരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്ന ഞങ്ങളുടെ ലോണൊക്കെ അടച്ചു തീർത്തായിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് 20 lakh ലോൺ ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പം നമുക്ക് വന്നതിന് ശേഷം ജോലി കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ശരിക്കും വർക്ക് ചെയ്തു. പിന്നെ വണ്ടി എടുത്ത് വേറെ ഡെലിവറി ജോബ് ചെയ്തു. അങ്ങനെ പല മീൻസിൽ കൂടെ നമ്മൾ പൈസ ഉണ്ടാക്കി നമ്മുടെ ലോണൊക്കെ അടച്ചു തീർത്തു. അതുകൊണ്ട് സാറിനയിലേക്ക് വരാൻ പോകുന്ന പിള്ളേരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ ജോലി കിട്ടും, ബട്ട്
അതിനുള്ള പേഷ്യൻസ് നിങ്ങൾക്ക് വേണം. നിങ്ങൾ കുറച്ച് പേഷ്യൻ്റ് ആയിട്ട് ജോലിയൊക്കെ അന്വേഷിച്ച് ശരിക്കും എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ജോലി കിട്ടാതിരിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് സാറിനെ തിരഞ്ഞെടുത്ത സ്റ്റുഡൻസിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് സാറിനില്ല, നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ സാറിനെ അതിനെക്കുറിച്ചോ ലാംപ്ടൺ കോളേജിനെ കുറിച്ചോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക എന്നോട്, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.